ഒഡീസി 2 ദിവസം മുമ്പ് പടം കണ്ടിരുന്നു. റിവ്യൂ ഇടാൻ കുറച്ച് വൈകി. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ് ഒഡീസി. ക്രിസ്റ്റഫർ നോളൻ. ഇയാൾക്കും മേലെ ഇനി ഒരാൾ ഉണ്ടാവോ എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ. ഇനി എനിക്ക് ഇയാൾക്ക് അധികം പ്രായമായിട്ടില്ല തോന്നുന്നു, എനിക്ക് ഒരു 55-60 വയസ്സായിട്ടുള്ള തോന്നും. അപ്പോൾ നമുക്കും ഇനിയും ഒരുപാട് നല്ല നല്ല പടങ്ങൾ ഇയാളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു അവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പടം ഞാൻ കാണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുക്കൊണ്ട് പറഞ്ഞു അത്രയ്ക്കും അടിപൊളിയൊന്നല്ല, എനിക്ക് അത്രയൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടത്തിന് ഒരു ബേസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കാണാൻ പോയത്. വേറൊന്നുമില്ല, ഇതൊരു ട്രോജൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 20 കൊല്ലത്തിന് ശേഷം ഇയാള് തിരിച്ച് നാട്ടിലേക്ക് എത്തിപ്പെടാൻ അയാൾ അനുഭവിക്കുന്ന യാതനകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാമാണ് ഈ സിനിമ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഈ സിനിമ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ നമ്മുടെ നോളൻ മാജിക് ആണ് ഇതിലെല്ലാം. കാരണം ഞാൻ പറഞ്ഞു ഇതിന് പടത്തിന് എന്തായാലും ഒരു അവാർഡ് ഉറപ്പാണ്. ഓസ്കാർ കിട്ടുമെന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഇയാളുടെ ഒരു ഗോട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയാം. അതായത് ഇല്ലാത്തൊരു സംഭവം നമ്മളെ പറഞ്ഞ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവ് ക്രിസ്റ്റഫർ നോളന് അതാ പറഞ്ഞേ അവാർഡ് ഉറപ്പാണ് ഈ പടത്തിന്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ കാണുക. എല്ലാം കൊണ്ടും വിഷ്വലും സൗണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയാണ് പടം. മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക. ഞാൻ കണ്ടത് പലാക്സിലാണ്. അവിടെയാണ് ടിക്കറ്റ് കിട്ടിയത്. സൺഡേ പടം കണ്ടത്, അതായത് നമ്മുടെ ഫൈനലിന് മുമ്പാണ് അവിടെ പോയി കണ്ടത്. ഞാൻ മറ്റേ സിഗ്നേച്ചറിലാണ് പടം കണ്ടത്. ഒരു ടിക്കറ്റിന് 600 രൂപ, 2 പേരുണ്ടെങ്കിൽ ഏകദേശം 1200 എല്ലാം കൂടി 12,000 കൊടുത്ത് പടം കണ്ടാലും അത് അത്രത്തോളം വെർത്താണ് ഈ പടം കണ്ടേര്. മസ്റ്റായിട്ട് നിങ്ങൾ സിനിമാ പ്രേമികൾ ഒരിക്കലും മിസ്സാക്കാതെ കാണേണ്ട പടമാണ് ഒഡീസി. അപ്പോൾ മസ്റ്റായിട്ടും ആ പടം കാണുക. അപ്പൊ അതില് കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഈ ഒരു യുദ്ധം കഴിഞ്ഞ ശേഷം അയാൾ തിരിച്ച് അയാളുടെ വീട്ടിലേക്ക്, അയാൾക്ക് 2 കാര്യമുള്ള പ്രണയമുള്ള, ഒന്ന് ആളുടെ ഫാമിലി വൈഫും പിന്നെ യാത്രകളില്ലെങ്കിൽ എനിക്ക് ഒഡീസി ഇല്ല തോന്നുന്നു എനിക്ക്. അതാണ് ഈ സംഭവം. അപ്പോൾ അതില് ഉണ്ടാവുന്ന കുറെ സാഹസികമായ കാര്യങ്ങൾ, കടലില് ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, അതേമാതിരി ഒരു ഒറ്റക്കണ്ണൻ രാക്ഷസൻ, ഇതൊക്കെ രസകരമായിട്ട്. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ കഥ പറഞ്ഞ് സസ്പെൻസ് ഒന്നും ഇല്ല. ഇത് ആ പടം സ്റ്റോറി ടെല്ലിങ്ങും നമ്മളെ കഥയിലേക്കും ആ പടം എടുത്തു വച്ചിരിക്കുന്ന രീതി, ഇതൊക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം. മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുക. നിങ്ങൾക്ക് ഒരു മറക്കാനാവാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ പടം ഇടി അല്ലെങ്കിൽ അങ്ങനെ ഈ തമാശ അങ്ങനെയൊക്കെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെടില്ല. അല്ലാത്ത രീതിയിൽ ഈ പടം അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും വർത്തായിരിക്കും. കണ്ട ആൾക്കാരുടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.